ഉയർപ്പ് കാലം 7-ാം ഞായറിലെ വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ആഴ്ചയിൽ നമുക്ക് ദൈവം നൽകുന്ന ദൈവവചനം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ മരിച്ച് ഉദ്ധിതനായിട്ട് ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷ പ്രകാരം ഒരു പ്രത്യക്ഷീകരണം കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പിന്നെയും 11 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യ പ്രത്യക്ഷനാവുകയാണ്. കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അവരൊന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. രണ്ടാം പ്രാവശ്യം അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവിനൊരു സങ്കടം കൂടിയുണ്ട്. അവൻ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവരുടെ വിശ്വാസരാഹിത്യത്തെ അവർ സങ്കടപ്പെട്ടുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവരെ ഹൃദയ കാഠിന്യത്തെ. ഉദിതനായ ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. ലോകത്തിൽ ഇന്നോളം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അവൻ നല്ല ഒരു ടീച്ചറാണെന്നും നല്ല ഒരു ഗുരുവായിരുന്നുവെന്നും നല്ല ഒരു പ്രവാചകനായിരുന്നുവെന്നും ഒരു മതസ്ഥാപകനായിരുന്നുവെന്നും ഒക്കെ അംഗീകരിക്കാൻ ആർക്കും മടിയില്ല. പക്ഷേ എല്ലാവരും തട്ടി വീഴുന്നത് ഈ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഉദ്ധിതനായി എന്ന് ഏറ്റുപറയാനാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 33 നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഇതാ തട്ടിവീഴുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സീയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പലപ്പോഴും കരുതുന്ന ഒരു തെറ്റായൊരു അറിവുണ്ട്. ബുദ്ധിയുടേതായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ദൈവമുണ്ട് എന്നും ക്രിസ്തുവിൻ്റെ കഥകൾ എനിക്ക് പരിചിതമായതുകൊണ്ട് അവനെ ഏറെക്കുറെ ചെറുപ്പം മുതലേ ഞാൻ പരിചയിച്ചിട്ടുള്ളത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ വിശ്വാസം എന്താണ്, ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ഉരച്ചു നോക്കാമെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ കൂടെ 3 വർഷം സ്ത്രീഹന്മാർ ഒരുമിച്ച് നടന്നു. അവൻ്റെ പീഡാസഹനങ്ങളിൽ ദൃക്സാക്ഷികളായി. അവൻ്റെ വേദനകളെ അവർ മുന്നിൽ കണ്ടു. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് ഈശോ പറയുന്നു. അവർ കരുതുന്നുണ്ടാകും, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടുണ്ടല്ലോ, അവനോട് ഇത്രയും അടുത്ത് നിന്നവരാരുണ്ട് എന്ന് ഹൃദയത്തിൽ ഈ 11 പേരും വിചാരിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസമുണ്ട് എങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ശിഷ്യന്മാർക്ക് ഉരകല്ല് കൊടുക്കുകയാണ് ഇന്നത്തെ വചനത്തിലൂടെ. ഒന്നാമതായിട്ട് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറയുകയാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ, ഈ അടയാളങ്ങളുണ്ടോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക. ഒന്നാമതായിട്ട് ഈശോ പറയുകയാണ്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. 1, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇന്നത്തെ വചനം വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോഴും അമാനുഷികമായോ എന്തോ നമ്മൾ നിക്ഷിപ്തമാകും എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ വളരാനിടയുണ്ട്. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഉരച്ചു നോക്കാനൊരു കല്ലായിട്ടാണ് ഇന്നത്തെ വചനത്തെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് ഈശോ പറയുകയാണ്, നീ എന്നിൽ വിശ്വസിക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ നീ നിന്നോട് തന്നെ ചോദിക്കുക, നീ ഒന്നാമതായിട്ട് ഈ ബലം നിന്നിലുണ്ടോ പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട്. പിശാച് എന്ന് പറഞ്ഞാൽ തിന്മയുടെ അടയാളമാണ്. ക്രിസ്തുവിനെ നിന്നിൽ നിന്ന് അകറ്റുന്ന പാപത്തിൻ്റെ മേഖലകൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ്. തിന്മകളോട് ഇന്ന് വരെ നീ സമരസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇനി മേലിൽ തിന്മകളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് നിനക്ക് ഏറ്റു പറയാനുള്ള ബലം കിട്ടുന്നുണ്ടോ എങ്കിൽ വിശ്വാസത്തിലേക്ക് നീ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
പിശാചുക്കളെ നീ ബഹിഷ്കരിക്കും, നിൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മയെ നീ പരിപൂർണമായിട്ടും ഉന്മൂലനം ചെയ്യുമെന്നു മാത്രമല്ല, നിന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷാ മേഖലകളിലും വ്യക്തികളിലും കുടുംബത്തിലും ഒക്കെയുള്ള തിന്മയുടെ സാന്നിധ്യങ്ങളെ ബോധപൂർവം പറിച്ചെറിയാനായിട്ടുള്ള ഒരു സന്നദ്ധത ആർജവത്വം നിന്നിൽ രൂപപ്പെടുമ്പോൾ തിരിച്ചറിയുക, നീ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, എൻ്റെ ജീവിതത്തിൽ സർവ്വവിധ തിന്മയുടെ മേഖലകളെയും പാപത്തിൻ്റെ വാസനകളെയും അതിനോട് ബന്ധപ്പെട്ട എല്ലാ ചായ്വുകളോടും ഞാൻ നോ എന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, അതിനെൻ്റെ ജീവിതത്തിൽ നിന്നും ബോധപൂർവം പിഴുതു കളയാനെടുക്കുന്ന ശ്രമങ്ങളെ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ പുതിയ ഭാഷകൾ സംസാരിക്കും. പുതിയ ഭാഷ സംസാരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിലേക്ക് സത്യമായിട്ടും ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഒരാത്മാവിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത. അവൻ തൻ്റെ ജീവിതത്തിലെ പാപങ്ങളോട് വിട പറയുന്നു എന്നതിനോടൊപ്പം അവൻ പുതിയ ഭാഷ സംസാരിക്കും. തീർച്ചയായിട്ടും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പുതിയ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് ഈശോ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു പുതിയ കൽപ്പനയായിട്ടാണ് ഈശോ നമുക്ക് സ്നേഹത്തിൻ്റെ കൽപ്പന തരുന്നത്. പുതിയ കൽപ്പന എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള കൽപ്പനയുണ്ട്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസിനെയാണ് ഈശോ നമുക്ക് വേണ്ടി തരുന്നത്. ഈശോ പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എപ്രകാരമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ പുതിയ ഭാഷ സംസാരിക്കാനായിട്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർ ആരംഭിക്കും, ഒരു സംശയമില്ല. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ തൻ്റെ സംഗീതമൊക്കെ മീട്ടി തൻ്റെ യുവത്വത്തിൽ പലരെയൊക്കെ ആകർഷിച്ചുകൊണ്ട് നടന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് അവൻ കടന്നു വരികയും ക്രിസ്തുവിനെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഭാഷ മാറുന്നുണ്ട്. പിന്നെ അവൻ പാടുന്ന പാട്ട് ലോകത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവനെ പരിഹസിക്കുകയും അവനെ കല്ലെറിയുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരോടും പറയും, ഒരു കല്ലെറിയുന്നവൻ ഒരനുഗ്രഹം, രണ്ട് കല്ലെറിയുന്നവൻ രണ്ടനുഗ്രഹം. ആർക്കും മനസ്സിലാകാത്ത ഒരു പുതിയ ഭാഷ സംസാരിക്കാൻ തുടങ്ങുകയാണ്. സകല വിശുദ്ധരും അങ്ങനെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ അന്നോളം പാടാത്ത പുതിയൊരു പാട്ട് ക്രിസ്തുവിന് വേണ്ടി പാടാൻ ആരംഭിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അന്നോളം സംസാരിച്ച ഭാഷയല്ല സംസാരിക്കുന്നു, അവൻ പുതിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങും. വിശുദ്ധ തോമാസ് ലീഹായും സകല വിശുദ്ധരും നമുക്കറിയാം, ഈശോയെ സ്വന്തമാക്കി കഴിയുമ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു പോകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം വായിക്കുന്നുണ്ട്. അതുവരെ സംശയത്തിൻ്റെ ഭാഷയായിരുന്നു അവൻ്റേത്. അവനെ കാണാതെയും അവനെ തൊടാതെയും ഞാൻ വിശ്വസിക്കില്ല എന്നുള്ള ഭാഷയിൽ നിന്നും മാറി എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുന്ന വലിയ പുതിയ വിശ്വാസത്തിൻ്റെ ഒരു പുതിയ ഭാഷയുണ്ട്. അങ്ങനെ സ്നേഹത്തിൻ്റെ പുതിയ ഭാഷകൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും ചൊരിയാനായിട്ട് തുടങ്ങുന്ന കൃപയുടെ ഭാഷ സംസാരിക്കാനായിട്ട് ഞാൻ ആരംഭിക്കുന്നുവെങ്കിൽ എന്നിൽ വിശ്വാസം രൂപപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്നുള്ളതാണ് അടുത്തത്. സർപ്പം നമുക്കറിയാം, ഈശോ ഒരിക്കലും അതുപോലെ സർപ്പങ്ങളെ കയ്യിലെടുക്കുക, അതിനുശേഷം പറയുന്നു നിങ്ങൾ മാരകമായി എന്ത് കുടിച്ചാലും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതൊക്കെയാണ് വിശ്വാസമുണ്ട് എങ്കിൽ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, വഴി കൂടെ പോയിട്ട് സർപ്പത്തെ പിടിക്കാനോ വെറുതെ ഇരിക്കുന്ന വിഷമെടുത്ത് കുടിക്കാനോ ഒന്നുമല്ല ഈശോ പഠിപ്പിക്കുക, നമുക്ക് വ്യക്തമായിട്ടറിയാം. സർപ്പങ്ങളെന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ ബൈബിളിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യം മുതലേ ഒരു തിന്മയുടെ പ്രതീകമായിട്ട് തന്നെയാണ് സർപ്പങ്ങളെ കണക്കാക്കുക. അപ്പോൾ ഈ തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളെയും തിന്മ നിറഞ്ഞ വ്യക്തികളെയും പാപത്തിൽ കഴിയുന്നവരെയും ഒക്കെ നമുക്ക് ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട്, മാനസാന്തരപ്പെടുത്തുവാനായിട്ട്, കൃപയുടെ സമൃദ്ധി ഈ ഭൂമിയിലേക്ക് നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലേക്ക് ഒഴുക്കാനായിട്ട് അത് ശക്തമായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവന് സാധിക്കുമെന്ന് ഈശോ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാരകമായ എന്ത് കുടിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, തിന്മ നമ്മളെ സ്പർശിക്കില്ല. വിശ്വസിക്കുന്നവന് മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല, അതിന് മീതെ നിൽക്കാനുള്ള വലിയൊരു ബലം അവനുണ്ടാകും. രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവർ സുഖം പ്രാപിക്കും, സൗഖ്യദായകരായിട്ട് മാറുകയാണ്. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഓരോ തലങ്ങളിലേക്ക് വിശ്വാസം ആഴപ്പെടുന്നതനുസരിച്ചിട്ട് വിശ്വാസത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു വായനയാണ്, ഉദരമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈശോ നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനവിചിന്തനത്തിലൂടെ
നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഒന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് രാപ്പകൽ എന്നെ തന്നെ ഞാൻ വിചാരിക്കുകയാണ് രാപ്പകൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. എന്നാൽ സത്യമായും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഈ ഉരകല്ലുകൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്താം. നമ്മളിൽ വിശ്വാസത്തിൻ്റെ പുതിയ കൃപകൾ രൂപപ്പെടട്ടെ. അതിസമൃദ്ധമായിട്ട് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷകളും കൃപകളും നിറവും ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയും എല്ലാവരിലേക്കും പ്രാപിക്കട്ടെ. അതിനുള്ള കൃപ, നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടാൻ, സ്നേഹം കൂടുതൽ ആഴപ്പെടാൻ, പ്രത്യാശ കൂടുതൽ ദൃഢപ്പെടാനായിട്ട് ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ഈ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.